പഴുത്ത മാങ്ങ മധുരപ്പച്ചടിയുടെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇതിനെടുത്തിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ചെറിയ മാങ്ങയില്ലേ, നാടൻ മാങ്ങ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 6 തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ അളവിലുള്ള കടുകും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച മാങ്ങയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതൊന്ന് കുറുകി വരുമ്പോഴേക്കും നല്ല കട്ടി പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഉടച്ച് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തൈര് ചേർത്തതിന് ശേഷം നമ്മുടെ കറി അധികം തിളയ്ക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറച്ച് നേരം. അത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വളരെ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലുള്ള ചിരവിയ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം നമുക്കിതുപോലെ കടുവറുത്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.